അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ഇറാനിൽ നിന്നും ഉടൻ പിൻവാങ്ങുമെന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ആവശ്യമെങ്കിൽ തിരിച്ചുവരും. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോടാണ് ട്രംപിന്റെ പ്രതികരണം. ഡൊണാൾഡ് ട്രംപ് നാളെ രാവിലെ 6:30 മാധ്യമങ്ങളെ കാണും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നാളത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇന്ന് റോയിറ്റേഴ്സുമായി സംസാരിച്ചപ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? നാളെ രാവിലെ 6:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റുമായി റോയിറ്റേഴ്സ് അഭിമുഖം നടത്തുന്നത്. ആ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇറാൻ യുദ്ധത്തിൽ നിന്നും അമേരിക്ക വളരെ വേഗത്തിൽ പിൻവാങ്ങുകയാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളുടെയും അമേരിക്കയിൽ ഉയർന്നു വരുന്ന ഇന്ധന വിലയുടെയൊക്കെ വർധനയൊക്കെ സാഹചര്യത്തിലും അതുമാത്രമല്ല വലിയ രൂപത്തിലുള്ള ആയുധ ചെലവുകളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായതാണ് വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും യുദ്ധത്തിൽ നിന്ന് വളരെ വേഗം പിൻവാങ്ങുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഇറാനിൽ യുദ്ധം ആവശ്യമാണെങ്കിൽ അമേരിക്ക തിരിച്ചു പോകുന്ന അമേരിക്ക വീണ്ടും തിരിച്ചെത്തി ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ 30 ദിവസമായി പല കാര്യങ്ങൾ പറയുന്ന ട്രംപ് വീണ്ടും ഇക്കാര്യം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നാളെ രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ വലിയ യുദ്ധമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കരയുദ്ധമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടേക്കാം. മറ്റൊരു കാര്യം കൂടി പറയുന്നത് നാറ്റോ സഖ്യത്തിൽ നിന്നും അമേരിക്ക പുറത്തു പോവുകയാണ്. കാരണം ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നാറ്റോ സൈന്യം ഇടപെടണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാറ്റോ സൈന്യത്തെ അയക്കാൻ തയ്യാറായിരുന്നില്ല. അത് ട്രംപിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു. മറുവശത്ത് ഇറാന്റെ പ്രതികരണം കുറച്ചുകൂടി പ്രതികൂലമാണ്. കാരണം 6 മാസം കൂടിയെങ്കിലും, അതായത് അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നേരിടാൻ 6 മാസം കൂടിയെങ്കിലും യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ഇറാൻ തയ്യാറാണ്. ഇറാൻ അതിനൊരു ശേഷിയുണ്ട് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ എബ്രഹാം ലിങ്കനെ ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ആക്രമണം ഭയന്ന് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറിയെന്നും ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം മുന്നോട്ട് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ ആശങ്കയിൽ തന്നെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. കാരണം ഇന്നും വലിയ രൂപത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്.